രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി മനുഷ്യൻ ഓരോ വഴികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ ചെന്നെത്തുന്ന ഒരു വഴികളും മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തം തരുവാൻ കഴിയാതിരിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് വളരെ ആധികാരികമായി പ്രഖ്യാപിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്: മനുഷ്യന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി, മനുഷ്യന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി, മനുഷ്യന്റെ പാപത്തിന്റെ അടിമകത്തിൽ നിന്ന് അവരെ സ്വാതന്ത്ര്യം വരുത്തുവാൻ വേണ്ടി, പാപികൾക്ക് വേണ്ടി പാപമില്ലാത്തവനായി ഇന്നേക്ക് 2024 വർഷങ്ങൾക്കപ്പുറത്ത് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു മതസ്ഥാപകനായിട്ടല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഒരു മതത്തിന്റെ പ്രസംഗവുമല്ല, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ഒരുവനെ ചേർക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രസംഗവുമല്ല. മറിച്ച് മാനവകുലത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ഒരിക്കലായി ക്രൂശിൽ അറക്കപ്പെട്ട യേശുവിന്റെ രക്തത്താൽ മനുഷ്യന്റെ പാപത്തെ എന്നേക്കുമായി നീക്കിക്കളയുമെന്നുള്ള ഒരു പരമാർത്ഥമായ സത്യം ഈ ഉച്ചഭാഷയിലൂടെ ഞങ്ങൾ വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ള പ്രിയപ്പെട്ട ദേശനിവാസികളെ, സഹോദരങ്ങളെ, ഒരുപക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടായിരിക്കാം, സംസാരിക്കുന്നുണ്ടായിരിക്കാം, കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ യാതൊരു സങ്കോചവും കൂടാതെ വിളമ്പുന്നുണ്ടായിരിക്കാം. പക്ഷേ ആരോടും തുറന്നു പറയുവാൻ കഴിയാത്ത, വേദനിക്കുന്ന, ഭാരപ്പെടുന്ന, നീറിപ്പുകയുന്ന വിഷമങ്ങൾ കൊണ്ട് ഞെങ്ങിഞ്ഞെരുങ്ങുന്ന അനുഭവത്തിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ഈ ദേശത്തോട് ഞങ്ങൾ കൈമാറുന്നത്. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്.